ഹരേ രാമ, ഹരേ കൃഷ്ണ. നല്ല നാളുകൾക്ക് തുടക്കമാകുന്നു. ശുക്രാദിത്യ രാജയോഗത്തിലെ നിങ്ങളുടെ ജീവിതം മിന്നിത്തിളങ്ങുവാൻ പോകുന്നു. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് അത്യത്ഭുതമായ നേട്ടങ്ങളാണ്. ജ്യോതിഷത്തിലെ രണ്ടു സുപ്രധാന ഗ്രഹങ്ങളാണ് ശുക്രനും സൂര്യനും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ആത്മജ്ഞാനവും ഊർജവും ഒക്കെ വേണമെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം കിട്ടിയേ തീരൂ. 28 ദിവസം കൂടുമ്പോഴാണ് ശുക്രൻ ഒരു രാശി മാറുന്നത്. സൂര്യൻ ഏകദേശം 30 ദിവസത്തോളം ഒരു രാശിയിൽ തുടരുകയും ചെയ്യും. സൂര്യൻ്റെയും ശുക്രൻ്റെയും സ്ഥാനമാറ്റങ്ങൾ പ്രപഞ്ചമൊട്ടാകെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും വളരെയധികം മാറ്റം വരുത്തുവാൻ സാധിക്കും. ശുക്രാദിത്യ രാജയോഗം രണ്ട് ഭാഗ്യഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സംഗമിക്കുമ്പോൾ അവിടെ മംഗളകരമായ രാജയോഗങ്ങൾ സംഭവിക്കും. രാജയോഗങ്ങൾ പൊതുവെ ആളുകളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു രാശിയിൽ രാജയോഗം രൂപപ്പെടുന്നതിൻ്റെ ഫലമായി എല്ലാ ആളുകൾക്കും പൊതുവെ നല്ല കാലം വരുമെങ്കിലും ചില രാശിക്കാർക്ക് അത്യപൂർവമായ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. സൂര്യൻ്റെയും ശുക്രൻ്റെയും സമാഗമത്തിലൂടെ രൂപപ്പെടുന്ന രാജയോഗമാണ് ശുക്രാദിത്യ രാജയോഗം. രാജയോഗങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും മംഗളകരമായ യോഗമെന്ന ജ്യോതിഷം പോലും ഇതിനെ വാഴ്ത്തുന്നത്. ശുക്രാദിത്യ രാജയോഗം വന്നു ചേർന്നാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടും. നമ്മുടെ ദുരിതങ്ങളിൽ നിന്നെല്ലാം കരകയറുവാനും സാധിക്കുന്നതാണ്. ഒരു വർഷത്തിന് ശേഷം ഇടവം രാശിയിൽ ശുക്രാദിത്യ രാജയോഗം വന്നു ചേരുന്നത്. ഇപ്പോൾ സൂര്യൻ ഇടവം രാശിയിലാണ്. സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ഗ്രഹമായ ശുക്രനും ഇടവം രാശിയിലെത്തുമ്പോൾ ശുക്രാദിത്യ രാജയോഗം വന്നു ചേരും. ഇടവത്തിലെ ശുക്രാദിത്യ രാജയോഗം ചില രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും മാറ്റി സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. നിങ്ങൾക്ക് സമ്പത്ത് ഇരട്ടിയാക്കുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും കഴിയും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് സർവ്വ സൗഭാഗ്യങ്ങളും ഈ രാജയോഗം വഴി വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം വളരെയധികം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുക. ഇടവം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ശുക്രാദിത്യ രാജയോഗം രൂപമെടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. കൂടുതൽ ധനം വന്നു ചേരുവാനുള്ള മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. ശുക്രന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇടവം രാശിക്കാർക്ക് തലയ്ക്ക് മുകളിൽ ഭാഗ്യ നക്ഷത്രം ഉദിക്കുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ തുണയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജോലികളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം വളരെയധികം സന്തോഷവും സമാധാനത്താൽ അലയടിക്കും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് വളരെയധികം തിരക്കുണ്ടാകും. കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ചില വിഷയങ്ങളിൽ ബന്ധുക്കളുമായി തർക്കമുണ്ടാകുവാനും ഇടയുണ്ട്. എന്നിരുന്നാലും രണ്ടാമത്തെ ആഴ്ചയുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുവാൻ നിങ്ങൾക്ക് തുടങ്ങും. കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് വളരെയധികം പുരോഗതി കാണുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാനോ ലാഭകരമായ ഏതെങ്കിലും സ്കീമിൽ പണം നിക്ഷേപിക്കുവാനോ ഉള്ള അവസരം ലഭിക്കുന്നതാണ്. ജോലിയുള്ള ആളുകൾക്ക് അധിക വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്ഥാനമാറ്റമോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാം. ആരോഗ്യത്തിലും ബന്ധങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ സാമ്പത്തിക റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ചിങ്ങം രാശിയിലുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും സൗഭാഗ്യവും വന്നു ചേരും.
കാരണം ഈ രാജയോഗം നിങ്ങളുടെ കർമ്മഭാവത്തിലാണ് വന്നു ചേരുന്നത്. നിങ്ങളുടെ തൊഴിലിലും ബിസിനസ്സിലും അഭിവൃദ്ധി ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അസൂയാവഹമായ നേട്ടമുണ്ടാകുകയും ചെയ്യുന്നതാണ്. ബിസിനസ്സിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ കയറ്റവും ശമ്പള വർധനവും വന്നു ചേരും. തൊഴിൽ രഹിതർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്നും സഹായം ലഭിക്കാത്തതിനാൽ വളരെയധികം സങ്കടം അനുഭവപ്പെടും. വികാരത്തിലോ ദേഷ്യത്തിലോ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സഫലമായേക്കും. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇടപാട് നടത്തുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധിക്കുകയും ഏതെങ്കിലും പേപ്പർ നന്നായി വായിച്ചതിന് ശേഷം ഒപ്പിടുകയും ചെയ്യുക. കുടുംബത്തിലെ സ്ത്രീ അംഗത്തിൻ്റെ ആരോഗ്യം വളരെയധികം ആശങ്കപ്പെടുത്തും. പ്രണയ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ശുഭകരമായ സമയമാണ്. വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങുവാനോ സ്ഥലം വിൽപ്പനയ്ക്കോ വീട് മോടി പിടിപ്പിക്കുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനുമുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മത്സരങ്ങൾക്കും പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും ഈ സമയം വളരെയധികം അനുകൂലമായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ശുക്രാദിത്യ രാജയോഗം നേട്ടങ്ങളുടെ ഒരു സുവർണ കാലമായിരിക്കും സമ്മാനിക്കുക. കർക്കിടകം രാശിക്കാരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ യോഗം വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലമായിരിക്കും ഇത്. ശുക്രാദിത്യ യോഗത്തിലൂടെ കർക്കിടക രാശിക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ കാലമാണ് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം വന്നു ചേരുകയും പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വരുമാന വർധനവിനും പ്രമോഷനും സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ എതിരാളികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്താൽ ഭാവിയിൽ ലാഭകരമായ പദ്ധതികൾ തയ്യാറാക്കുവാനും സാധിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെ അനുകൂലമാകും. ഈ സമയം നിങ്ങൾക്ക് സീസൺ രോഗങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഈ പ്രശ്നങ്ങൾ പുറത്തുവെച്ച് പരിഹരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിലുള്ള ആളുകളുടെയും പുറത്തുള്ള ആളുകളുടെയും പരിപൂർണമായ പിന്തുണ ലഭിക്കും. ഈ കാലയളവിൽ ജോലിസ്ഥലത്തെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ചില മംഗള പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നുചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നുചേരട്ടെ.